ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. സദൃശവാക്യം 16:7. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി ഞങ്ങൾക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:15. പ്രാർത്ഥിക്കൂ സഹോദരങ്ങളെ. നമ്മുടെ ഭാരം കർത്താവ് അറിയുന്നു. നിങ്ങൾ തളരുവാനല്ല, വളരുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഗത്സമനയിൽ നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചവനാണ്. ഹല്ലേലൂയ. നമ്മുടെ വറീസിനെ, നമ്മുടെ പ്രശ്നങ്ങളെ, ആമേൻ, ദൈവം നമ്മളെ തകർക്കുവാനല്ല, തകർക്കുമ്പോൾ ഒരു അല്പം കൂടി നമ്മളെ പൊക്കുവാൻ ലിഫ്റ്റിംഗ് ചെയ്യുകയാണ്. നമ്മളെ ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെവിനെസ് ആയിട്ടുള്ള ചില ഭാഗങ്ങളെ ദൈവം കട്ട് ചെയ്ത് കളയുന്നതാണ്. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. God has a great plan about my child. നമ്മെ വേദനിപ്പിക്കുവാനല്ല കർത്താവ് നോക്കുന്നത്, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഹീ ഈസ് നോട്ട് ഡിനൈയിങ്, ഹീ ഈസ് നോട്ട് ഇഗ്നോറിങ്. നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നുണ്ട്. പിന്നെയും പ്രത്യാശയിലിരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ജേർണി വലുതാണ്. നമ്മളെ അവൻ ഒരുക്കുകയാണ്, അവൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുകയാണ്, അവൻ്റെ ഇഷ്ടം നമ്മളിലേക്ക് നിറയ്ക്കുകയാണ്. അവൻ്റെ സ്നേഹം ഭയങ്കരമാണ്. അതറിഞ്ഞവർ ഭാഗ്യവാന്മാർ. കാത്തിരിക്കുന്നുണ്ടോ എനിക്ക് വേണ്ടിയെന്ന് അവൻ നോക്കും, എപ്പോഴും നോക്കും. യഥാർത്ഥമായി സ്നേഹിക്കുന്ന ദൈവവേദനെ എത്രമാത്രം ആഴത്തിൽ വേദനയിലൂടെ കടത്തിവിട്ടാലും അവനും കൂടെയുണ്ട്. നമ്മളത് വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ വിശ്വാസം വർദ്ധിക്കുമോ എന്ന് നോക്കും കർത്താവ് എപ്പോഴും. നമ്മൾ ദൈവത്തെ ആശ്രയിച്ചു പോവുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ തേടി വരാൻ ഇടയാക്കും. ദൈവം, അമ്മമാരെ വിഷമിക്കേണ്ട, ദൈവം നിൻ്റെ ഹൃദയത്തെ കർത്താവ് അറിയുന്നുണ്ട്. വിശ്വസിക്ക്. നിൻ്റെ സന്തോഷം വിലയേറിയതായിരിക്കും. നീ കാത്തിരിക്കുന്നതിനെ ദൈവം തരും നിശ്ചയമേ. പൗലോസ് അപ്പോസ്തലൻ ജയിലിലെ അറകളിലിരുന്ന് എഴുതിയ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എത്ര സന്തോഷമാണ് നമുക്ക് തന്നെ. So he always say, rejoice in the Lord always. I say it again, rejoice. നമ്മുടെ സന്തോഷത്തെ മെസ്സാക്കി കളയരുത്. എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുവോ അത്രമാത്രം ഹൃദയത്തിലേക്ക് ഭാരം വരുന്നു. എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയത്തെ അത്രമാത്രം ഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം വളരെ സെൻസിറ്റീവാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ 121 സങ്കീർത്തനത്തിൻ്റെ 1 പറയുന്നു. നമ്മുടെ സഹായം കർത്താവിൽ നിന്നുമാണ് വരുന്നത്. നമ്മളെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല. നമ്മുടെ ദൈവം ജീവിക്കുന്നു. എനി ടൈം നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്ക് തന്നല്ലോ. നമ്മൾ പലപ്പോഴും പരാജിതരാകുന്നു എന്ന് തോന്നുമ്പോൾ കർത്താവ് പറഞ്ഞു, ഐ ആം വിത്ത് യു, ഐ ആം ക്യാരിയിങ് യു. ആ ഒരു ഹോപ്പ് നിന്നിലുണ്ടോ? അത് ഉണ്ടാക്കിയെടുക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. ദ ഡീപ്പസ്റ്റ് വാലിയിലൂടെ പോകുമ്പോൾ ആ ഗ്ലോറിയിൽ നമ്മൾ നിറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരു ഹെൽപ്പും നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് ഇവരാരും എന്നോട് മിണ്ടുന്നില്ല, എന്തുകൊണ്ട് ഇവരെല്ലാം എന്നോട് പിണങ്ങിയിരിക്കുന്നു, എന്നോട് ആരും സംസാരിക്കുന്നില്ല, നേരത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും എന്നോടൊന്നും മിണ്ടുന്നില്ല. അവൻ മിണ്ടാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മളെ അവൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുകയാണ്. ഹല്ലേലൂയ. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ദൈവവേദലേ, നമ്മൾ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവൻ നമ്മളെ ജയഘോഷത്തോടെ പുറത്തു കൊണ്ടുവരും. താമസിക്കുകയില്ല, അത് വരും നിശ്ചയമേ. പക്ഷേ ഒരു യഥാർത്ഥ ദൈവഭക്തൻ വിചാരിക്കുന്നത് ഇൻ ഹിസ് റൈറ്റ് ടൈം he will do. But the disaster, the problem, a journey, it's not easy. Hallelujah. Never give up. ഒരു സാധ്യതയും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ലായിരിക്കാം. പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ പറയുകയാണ്, എംറ്റിനെസ്സിനോട് നോക്കി പറയുകയാണ്, എൻ്റെ സമാധാനം വലുതാണ്, എൻ്റെ സമാധാനം വലുതാണ്. എൻ്റെ ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ജീവിക്കുന്നു. അവൻ്റെ പ്രോമിസ് എൻ്റെ ഉള്ളത്തിലുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. അത് വരും നിശ്ചയമേ.
ഞാൻ തളർന്നു പോകുകയില്ല. ഞാൻ 5 വൻകരകളിലും ഒരു അതിശയമായി മാറും. ഞാൻ 5 വൻകരകളിലും പോയി എല്ലാ രാജ്യങ്ങളിലും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി മാറുമെന്ന് ഓരോരുത്തരും വിളിച്ചു പറയുക. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട, നാളത്തെ ദിവസത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും നിന്നുപോയിട്ടില്ല. ദൈവ പൈതലിനോടുള്ള ആ കാത്തിരിക്കുവാൻ നിന്നോട് പറഞ്ഞെങ്കിൽ അവൻ മൗനമായി നിന്നോട് കൂടെയുണ്ട്. ആ മൃദുസ്വരം നിന്നെ എപ്പോഴും കേൾപ്പിക്കും. അവൻ എപ്പോഴും നോക്കും, നീ കാത്തിരിക്കുന്നുണ്ടോ, നീ കാത്തിരിക്കുന്നുണ്ടോ. ഹല്ലേലൂയ. അവൻ നമ്മെ സഹായിക്കും. നമ്മുടെ സകല വിഷമങ്ങളെയും ഭയത്തെയും ദുഃഖത്തെയും നമ്മൾ കടന്നു പോകുന്ന അതികഠിന വേദനയും മറികടക്കാൻ അവൻ നമ്മെ സഹായിക്കും. ഒന്ന് പുറകോട്ട് നോക്കിക്കേ, എത്ര പ്രാവശ്യം അവൻ നിന്നെ സഹായിച്ചു. നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയപ്പോഴും ആൻസൈറ്റി കൂടിയപ്പോഴും കർത്താവ് പറഞ്ഞില്ലേ, ഡോണ്ട് വറി, ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യു. നമ്മൾ നാളെക്കുറിച്ച് ഭയപ്പെടുന്നു, നാളെക്കുറിച്ച് ഭയപ്പെടരുത്. വാക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലെ നടന്നാട്ടെ പൈതലേ. ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. അവനറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല. ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും നീരുറവുകളുടെ അരുവിൽ നമ്മളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്, ആ ദൈവിക സാന്നിധ്യം. ചിലതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ഈ വേദന, എൻ്റെ സന്തോഷം എന്തുകൊണ്ട് എനിക്കില്ലാതെയായി, എൻ്റെ കയ്യിൽ ഈ വിഷയം നിൽക്കുന്നില്ല, എനിക്കതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, ജസ്റ്റ് റിജക്റ്റ് ഓൾ ദീസ് വറീസ്. ഒരു പുതിയ ചിന്ത, ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് നമുക്ക് വളർത്തിയെടുക്കാം. ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ എന്തോ ഒന്ന് ദൈവം പഠിപ്പിക്കുന്നു. ദൈവം നമ്മളിൽ വളരട്ടെ. ഇൻസ്റ്റെഡ് ഓഫ് വറീസ്, കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ വളരട്ടെ. നമ്മൾ ദൈവത്തിന് പ്രേഷ്യസ് ആണ്. നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് എ ന്യൂ സ്റ്റെപ്പ് ഓഫ് ഹോപ്പ്. നമ്മെ തളർത്തുന്ന ദൈവമല്ല, നമ്മെ വളർത്തുന്ന ദൈവമാണ്. സകല വിഷയത്തെയും സിംഹത്തിൻ്റെ വായി തുറന്നു വരുന്നു. ഹല്ലേലൂയ. ഉണരുക ദൈവമക്കളെ. റൈസ് ആൻഡ് ഷൈൻ. ലൈറ്റ് ഹാസ് കം അപ്പോൺ യു. ഈ ദീനം മരണത്തിനായിട്ടല്ല. പലരും വിചാരിക്കും, നീ ദീനമായി കിടക്കുന്നു, ലാസർ മരിച്ചു, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല. വിലാപം മാത്രം. എത്രമാത്രം നീ പ്രാർത്ഥിച്ചു, കണ്ടില്ലേ, അവനെ മരിച്ചു, അവനെ അടക്കി, അവൻ നാറ്റം വെച്ചു. ഇപ്പോഴും അവർ പ്രത്യാശയോടെ ഇരിക്കുന്നു. എന്നാൽ കർത്താവ് വരുന്നത് അവിടെ കാണുന്നു. ലാസറിനെ ഉയർപ്പിച്ച ദൈവം, നിന്റെ വിശ്വാസത്തിനും നിന്റെ ദർശനത്തിനും ഒരു ഉയർപ്പുണ്ട്. സ്റ്റോപ്പ് വറിയിങ് about your children, about your husband, about your finance, about your future, your job. നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 5 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. അന്യഭാഷകളില്ലാത്ത ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. ഞാൻ തീരുമാനമെടുക്കാമോ ദൈവപൈതലേ? കർത്താവിൽ ട്രസ്റ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആമേൻ. പഞ്ചാരയും സോൾട്ട്, ഉപ്പും കണ്ടാൽ ഒരുപോലെ ഇരിക്കും പൊടിച്ചു വെച്ചാൽ. പക്ഷേ അത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഉപ്പിൻ്റെ ടേസ്റ്റ് വേറെ, പഞ്ചാരയുടെ ടേസ്റ്റ് വേറെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാം ഒന്നുപോലെ തോന്നും. പക്ഷേ കർത്താവ് പറയും, നിന്നെ ഞാൻ ഡിസ്ക്രിമിനേഷൻ ചെയ്യുകയല്ല, നിന്നെ ഞാൻ പഠിപ്പിക്കുകയാണ്. അത് നോക്കുമ്പോൾ തന്നെ അതിനെ സെൻസ് ചെയ്യാൻ, അതിൻ്റെ ആ ഒരു പ്രസൻസിൽ തന്നെ നിനക്ക് മനസ്സിലാകണം, ഇത് ദൈവികമാണോ, ഇത് പൈശാചികമാണോ, ഇത് ദൈവഹിതമാണോ, ഇത് ദൈവഹിതമല്ലയോ. നിൻ്റെ ബെസ്റ്റ് ടൈം വരാനിരിക്കുന്നതേ ഉള്ളൂ ദൈവമക്കളെ. ഒരു ഹാർവസ്റ്റ് ഉണ്ട് നിൻ്റെ ജീവിതത്തിൽ. ആ ഫ്രൂട്ട് നല്ലതായി പഴുത്ത് കഴിയുമ്പോൾ തിന്നാൻ എന്ത് ടേസ്റ്റായിരിക്കും. എല്ലാവരും വരും വാങ്ങി കഴിക്കുവാനായിട്ട്. പക്ഷേ അത് പഴുക്കുന്നത് വരെയും അത് കടന്നു പോകുന്നൊരു പ്രോസസ്സുണ്ട്. ഹല്ലേലൂയ. ആ പ്രോസസ്സിൽ നീ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ കഴിക്കാൻ സമയമാകുമ്പോൾ എല്ലാവരും വരും. കാരണം അതിൻ്റെ മണം എല്ലായിടത്തേക്കും പോകും. ഒരു മാങ്ങയാകട്ടെ, ഒരു ചക്കയാകട്ടെ, ഒരു പേരയ്ക്കയാകട്ടെ, ഒരു ആഞ്ഞിലിക്കായ ആകട്ടെ,
എന്തും ആകട്ടെ, കൈതച്ചക്ക ആകട്ടെ, അത് പഴുത്തു കഴിയുമ്പോൾ, പഴുക്കുന്നത് വരെയും അതിനെ ആരും എടുക്കാൻ ആഗ്രഹിക്കത്തില്ല, എറിയാൻ നോക്കും. പക്ഷേ പഴുത്തു കഴിയുമ്പോൾ ആരെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് എറിയുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ചക്കപ്പഴം വേണ്ടാന്ന് പറഞ്ഞ് കളയുമോ? ഒരു പഴുത്ത പേരയ്ക്ക എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് എറിഞ്ഞു കളയുമോ? കഴിക്കാൻ നോക്കി, എങ്ങനെയെങ്കിലും അകത്താക്കാൻ നോക്കും. നിന്നെ കടത്തിവിടുന്നത് നീ വായ തുറക്കുമ്പോൾ അവർ കേൾക്കും. അവരുടെ ഹൃദയത്തിലേക്ക് അത് ആഴത്തിലിറങ്ങും. നിന്നെ ഒരുക്കുകയാണ് കർത്താവിൻ്റെ സൗരഭ്യവാസനയായിട്ട്. സ്റ്റേ കാം. നീ ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നുപോയി, ഒത്തിരി വിഷയങ്ങളിലൂടെ കടന്നുപോയി, ഒത്തിരി റിജക്ഷനിലൂടെ കടന്നുപോയി. ഇന്നർ ഹീലിംഗ് സംടൈം നമുക്ക് ആവശ്യമാണെന്ന് തോന്നിയ സമയം ആരുമില്ല കംഫോർട്ട് ചെയ്യാനായിട്ട്. ഒത്തിരി സമയം ബെഡിൽ നീ കരഞ്ഞ നിൻ്റെ കണ്ണുനീരുണ്ട്. എനിക്ക് തോന്നി പലപ്പോഴും, കർത്താവേ എങ്ങനെ ഞാൻ പുറത്തിറങ്ങും? ഇറ്റ്സ് സോ ഹാർഡ് ടു കം ഔട്ട്. എന്തിനെൻ്റെ ജീവിതം കർത്താവേ? കർത്താവ് അപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. ദ ബെസ്റ്റ് ടൈം യെറ്റ് ടു കം റാണി. ആ ഡാർക്ക്നെസ്സിലൂടെ നീ കടന്നു പോകുമ്പോൾ എൻ്റെ ആ സ്നേഹത്തെ, എന്നെ കാത്തിരിക്കുവാൻ, നിന്നിലുള്ള ഒത്തിരി റാണിയെ വെട്ടി ചെത്തി ആ കറക്റ്റ് പൊസിഷനിലേക്ക് നിന്നെ ഇരുത്തുവാൻ ഒന്ന് ഒരുക്കുകയാണ്. ഒന്ന് ഉടച്ച് പണിഞ്ഞ് കർത്താവിൻ്റെ സൗരഭ്യത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാണ്. നിൻ്റെ സൗരഭ്യത്തെ ഒന്ന് മാറ്റി അവൻ്റെ സൗരഭ്യം നിന്നിലേക്ക് പകരുമ്പോൾ, ഓ ഹല്ലേലൂയ, ആ ജേർണി എത്ര നല്ലതായിരിക്കും. അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. നീ ദൈവത്തിന് പ്രിയയാണ്. നീ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ. നിൻ്റെ ഹാർവസ്റ്റ് സമയം അടുത്തിരിക്കുകയാണ്. നീ എവിടെയാണോ അതിനെ പ്ലാൻ ചെയ്തത് അവിടെ തന്നെ കർത്താവ് അതിൻ്റെ പ്രൊഡക്ഷൻ കാണിക്കും. നീ വെയിറ്റ് ചെയ്യും. നെവർ ഗീവ് അപ്പ്. ഒരിക്കലും if you don't let go of the wrong people, you will never meet the right people. നമ്മൾ ദൈവഹിതമല്ലാത്ത ചില വഴികളിലൂടെയൊക്കെ ദൈവം, നമ്മൾ പറയും, എന്തുകൊണ്ട് കർത്താവ് എന്നെ ആ വഴിയിലൂടെ പറഞ്ഞു വിട്ടു? ആ ടേണലിലൂടെ, ആ വ്യക്തികളിലൂടെയൊക്കെ നീ കടന്നു പോയാലേ നിനക്ക് ആ റൈറ്റ് പേഴ്സണിൽ ദൈവം നിന്നെ എത്തിക്കാൻ പറ്റും. നീ ഒരിക്കൽ പോലും വീണില്ല എങ്കിൽ ദൈവത്തിന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ നിന്നെ ക്യാരി ചെയ്യുന്നൊരു ദൈവമാണെന്ന്? ഒരിക്കൽ പോലും നിൻ്റെ ഹൃദയത്തെ തകർത്തില്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ നിന്നോട് പറയാൻ പറ്റും, ഹല്ലേലൂയ, ഞാൻ ശക്തനാക്കുന്നവനാണെന്ന്, ഞാൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണെന്ന്? ഒത്തിരി പ്രാവശ്യം നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്ത് കരഞ്ഞ ദിവസങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ദൈവം ആശ്വാസകനായി നിന്നെ പലരും നീ അറിയാതെ പോലും നിൻ്റെ അടുക്കിലേക്ക് ഞാൻ അയച്ചിട്ടില്ലേ എന്ന് കർത്താവ് പറയാം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം ദൈവം? ഒരു മനുഷ്യൻ്റെ എക്സ്ട്രീം ലെവൽ വരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കാം. പക്ഷേ അതൊക്കെയും നിന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. 5 വർഷത്തിന് മുമ്പ് നീ ഒന്ന് ചിന്തിച്ച് നോക്കേ, എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം? പക്ഷേ ഇപ്പോഴും നീ നോക്കുമ്പോൾ ആ ജേർണിയിൽ എന്തോരം കാര്യങ്ങൾ നീ പഠിച്ചു. ആ മനുഷ്യർ അങ്ങനെ നിന്നെ ട്രീറ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് എങ്ങനെ അറിയായിരുന്നു ആ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ അതിന് ഓപ്ഷൻ കണ്ടുപിടിക്കണമെന്ന്, എങ്ങനെ അതിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന്? ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ സ്വീറ്റ് മെമ്മറീസായിട്ട് കഴിഞ്ഞ എക്സ്പീരിയൻസുകൾ, ആ സ്വീറ്റ് മെമ്മറീസായിട്ട് ഒരു ട്രഷറായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഒത്തിരി പേര് നിന്നെ സ്നേഹിക്കാനുണ്ട്. അപ്പോൾ നിന്നെ വെറുത്തവരെ ഓർത്ത് നീ ദുഃഖിക്കണ്ട. There are many people going to come in your life. കർത്താവ് മാറി മധുരമാക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ ഡേഞ്ചറസിനെ കർത്താവ് എടുത്ത് മാറ്റും. പിന്നീട് നീ ഏത് ഡേഞ്ചർനെസ്സിനെ കണ്ടാലും, ഏതൊരു നാണക്കേട് നിൻ്റെ വീട്ടിൽ മുമ്പിൽ വന്നാലും, ഏതൊരു സ്ട്രഗിൾ നിൻ്റെ ജീവിതത്തിൽ വന്നാലും നീ ഒരിക്കൽ പോലും തളർന്നു പോവുകയില്ല. ബിക്കോസ് നിൻ്റെ ഹൃദയത്തെ ദൈവം ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. അഭ്യാസം തന്നു കഴിയുമ്പോൾ, ആ വിരലുകൾക്ക് അഭ്യാസം വന്നു കഴിയുമ്പോൾ, യു ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എത്രമാത്രം ഹാർഡായിട്ടുള്ളൊരു വിഷയം നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, എത്രമാത്രം ഹാർഡായിട്ടുള്ളൊരു വ്യക്തി നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയൊക്കെയും ഈസിയായി
അങ്ങനെയുള്ള ഓരോ വിഷയത്തിലൂടെയും അങ്ങനെയുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള പരാജയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിനക്ക് ഈസിയായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ദൈവ പൈതലേ, നിൻ്റെ അപ്പനെ അറിയാവൂ നിന്നെ ഏതെല്ലാം വിധത്തിൽ നിന്നെ കടത്തിക്കൊണ്ട് പോകണമെന്ന്. സോ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. നിന്റെ നല്ലത് വരുവാനിരിക്കുന്നതേ ഉള്ളൂ. ഒരിക്കൽ പോലും സന്തോഷത്തിന് വേണ്ടി നീ ഓടിപ്പോകരുത്. ബിക്കോസ് ദാറ്റ് ജോയ് ഈസ് ഇൻസൈഡ് യു. അതിനെ നമ്മൾ പുറത്തെടുക്കണം. ട്രിബുലേഷനിലൂടെ പോകുമ്പോൾ അവനെ അങ്ങ് ക്ലിങ് ചെയ്യണം. നീ മാത്രം എനിക്ക് വേറെ ആരുമില്ല. ഹല്ലേലൂയ. 1000 പേരുണ്ടെങ്കിലും അവരിലൊക്കെ സുന്ദരൻ നീയാണെന്ന് എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞത്? കർത്താവിൻ്റെ നാമത്തെ, അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ സൗരഭ്യത്തെ നീ എന്നാണ് ലാസ്റ്റ് ഒന്ന് വർണ്ണിച്ചത്? ഊറാബാല ബാഷാന്തരെ റിഗസിക്കോ റിയാന്തബെ റിബക്കത്തുരെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിലേ, എല്ലാം നമുക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് തോന്നും. ലൈഫ് ഒത്തിരി ഈസി ആയിട്ട് തോന്നും. പക്ഷെ സംടൈം ഭയങ്കര ടഫായിട്ട് തോന്നും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സന്തോഷത്തെ നമുക്ക് കണ്ടെടുക്കാൻ നോക്കാം. ആരുമില്ല സന്തോഷത്തിലിരിക്കുന്നത്. റോസാപ്പൂവിനെ നോക്കുമ്പോൾ റോസാപ്പൂ പറയും, എനിക്കിവിടുന്നൊന്ന് ഇറങ്ങി ഓടിയാൽ മതി. പക്ഷെ അത് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഇല്ലാതെയാകുന്നു. അത് കൊഴിഞ്ഞ് വാടിപ്പോകുന്നു. ഹല്ലേലൂയ. ദൈവപൈതലേ, ദൈവത്തിൻ്റെ വചനം നിന്നെ സഹായിക്കും. യിരെമ്യാവിൻ്റെ പുസ്തകം 23:29 പറയുന്നു, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലേ എന്ന് യഹോവയുടെ അരുളപ്പാട്. യെശയ്യാവിൻ്റെ പുസ്തകം 66:12 പറയുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴൻ കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആമേൻ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. ലൂക്കോസ് 12:21 ദൈവവിഷയമായി സമ്പന്നരാകാതെ തനിക്കുള്ളത് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം കർത്താവ് ഇന്ന് രാത്രിയിൽ വന്നാൽ നമ്മുടെ ആത്മാവ് എവിടേക്ക് പോകുന്നു? സങ്കീർത്തനം 118:22 വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. 23 ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ലൂക്കോസ് 19:29 അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനിയായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. ഹല്ലേലൂയ. പല സന്ദർഭങ്ങളിലും പലരും നമ്മളെ നശിപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. വാഗ്ദത്തം അടുത്തു വരുമ്പോഴായിരിക്കും കൂടുന്നത്. പക്ഷേ ദൈവവേദിലേ, നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. എങ്കിലും ജനമെല്ലാം അവൻ്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കിയാൽ എന്ത് ചെയ്യേണ്ടതെന്ന് അവർ അറിഞ്ഞില്ല. 48 നിന്റെ ഭാരം എൻ്റെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55 22 ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സങ്കീർത്തനം 34 ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടരുത്. ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ നീ ഭയപ്പെടണം. 1 ശമൂവേൽ 30:6 ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 1 രാജാക്കന്മാർ 3:28 ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിലുണ്ട് എന്നുകണ്ട് അവനെ ഭയപ്പെട്ടു. സദൃശ്യവാക്യം 29:25 മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. യോബ് 3:25 ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് തന്നെ എനിക്ക് ഭവിച്ചു. സ്നേഹം, സുബോധം, ശക്തിയുടെയും ഭീരുത്വത്തിൻ്റെയും ആത്മാവിനെ ഹല്ലേലൂയ ദൈവം നമുക്ക് പകർന്നത് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. 2 തിമോത്തിയോസ് 1:7 സത്യമറിയുകയും അത്
നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാക്കും. യശയ്യാവ് 58:11. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിൽ കവിഞ്ഞതല്ലോ. യോബ് 28:18. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അപ്പോസ്തലപ്രവൃത്തി 2:17. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. 18. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്തതിമേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലുകൾക്കിടയിൽ നീർത്തോട് കരിക്കെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഹല്ലേലൂയ. ദൈവം ഇതിലെ യഥാർത്ഥമായ ഒരു നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, ഹോളി സ്പിരിറ്റിനെയാണ്. പരിശുദ്ധൻ്റെ ആത്മാവ്, ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ സർവശക്തൻ്റെ ആത്മാവ് എൻ്റെ കുഞ്ഞിനെ ഭരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകം 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു. നീ ഒരു അനുഗ്രഹമായി തീരും. 12:2-3. യോബിൻ്റെ പുസ്തകം 5:19 പറയുന്നു, 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ത്തിൽ തിന്മ നിന്നെ തൊടുകയില്ല. ആത്മാവിൽ നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. യോവേൽ 2:25. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. 26. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. 27. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. 32:8. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾ അതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. മർക്കോസ് 9:28. പ്രാർത്ഥനയാലെ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്നവൻ പറഞ്ഞു. ദൈവമക്കളെ, വിശ്വാസമെന്ന ഈ ജാതി പ്രാർത്ഥനയാലെ അല്ലാതെ വിട്ടുപോകുകയില്ല. ഐശ്യാവിൻ്റെ പുസ്തകം 6:3 ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പള്ളികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളാലുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തുടിവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 14:9 യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ പേടിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിലെ എന്നെ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഏതെങ്കിലും ഭയം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. യഹോവ എസെക്കിയേൽ 37:4-7. യെശയ്യാവ് 58:11 യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും
വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. യെശയ്യാവ് 58:11. നിമക്കളെ എസെക്കിയേലിൻ്റെ 32:4-7 വാക്യങ്ങൾ നിങ്ങൾ പ്രവചിക്കണം. വചനമെടുത്ത് നിങ്ങൾ പ്രവചിക്കണം സിറ്റുവേഷനിൽ. ആമേൻ. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പണി. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ പറയും. ഉൽപ്പത്തി 2:10. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശെ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിലുള്ള അഹരോൻ്റെ വടി തളർത്തു. അത് തളർത്തിരിക്കുന്നത് കണ്ട് അത് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. യെശയ്യാവ് 60:2. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. യെശയ്യാവ് 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രവും ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഉടുവിച്ചിരിക്കുന്നു. യിരെമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ളൂ നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. നമുക്ക് ആ പ്ലാൻ മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ വിചാരങ്ങളല്ല അവൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല അവൻ്റെ വഴികൾ. കാത്തിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കേൾക്കുന്നില്ലെന്നല്ല പറയേണ്ടത്. അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ പണിയുന്നു, അവൻ എന്നെ നടത്തുന്നു. ആ പ്രത്യാശയാണ് നമ്മുടെ ദൈവം നോക്കുന്നത്. നമ്മുടെ പ്രത്യാശ ഇന്ന് വർദ്ധിക്കട്ടെ. യെശയ്യാവ് 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിത് ഒരു ചക്കുമിട്ടു. ഈ ഗോപുരം നമ്മുടെ പ്രാർത്ഥനയാണ് ദൈവമക്കളെ. മുന്തിരിവള്ളി വളരണമെങ്കിൽ ഗോപുരത്തിൽ കാവൽക്കാരൻ കാത്തിരിക്കണം. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ മുന്തിരിവള്ളികൾ വളരണമെങ്കിൽ ഒരു ഗോപുരമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയുടെ കല്ലുകൾ പിറക്കി കളയുന്നതായിരിക്കട്ടെ. ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത് കളഞ്ഞിട്ട് അമ്മ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുവാനല്ല, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അവൻ്റെ സൗരഭ്യവാസന നമ്മളിൽ വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി നിൻ്റെ ദേശത്ത് സാഹസവും നിൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. നിൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിൻ്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും. യെശയ്യാവ് 60:18. കുറഞ്ഞവർ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. യഹോവ തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവൻ്റെ പാളയം അത്യന്തം വല്ലതും, അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനുമാകുന്നു. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തൻ്റെ ജനത്തെ ആദരിച്ചു. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായൊരു ദേശത്തേക്ക് അതിനെ നീക്കി. ഞാൻ കിഴക്കു നിന്നൊരു റാഞ്ചൽ പക്ഷിയെയും ദൂരത്തു നിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെയും തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. യെശയ്യാവ് 46:10. മുമ്പേ വായിച്ചത് യോവേൽ 2:18, 19, 20 വാക്യങ്ങൾ. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. 12-ാം വാക്യം യെശയ്യാവ് 46. നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ഞാൻ എൻ്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു, അത് ദൂരത്തായിരിക്കുകയില്ല. എൻ്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും
ഇസ്രായേലിന് എൻ്റെ മഹത്വവും നൽകും. പ്രിയ ദൈവപൈതലേ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയെ നന്നായി അറിയുന്ന ദൈവം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അതൊരു നദിയാണ്, അതൊരു ആഴമാണ്. ആ ഉറവകളെ കണ്ടുപിടിക്കുവാൻ, ആ ഉറവയിൽ നിന്ന് കുടിക്കുവാൻ എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ആ ജീവനദി കുടിക്കുവാൻ, ആ ജീവൻ്റെ നദിയിൽ ആഴത്തിൽ ഇറങ്ങുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വിലയേറിയതാകണം. God has a great plan about you, child of God. നീ കരഞ്ഞതും നീ വേദനിച്ചതും നീ ഒറ്റയ്ക്കിരുന്ന് വേദനിച്ചതും എല്ലാം കർത്താവ് അറിയുന്നു. പക്ഷെ അതിന് പകരം നിനക്ക് നൽകും. നീ സമയം നോക്കരുത്, കാത്തിരിക്കണം. അവൻ്റെ സമയം എപ്പോഴും പെർഫെക്റ്റ് സമയമാണ്. He has a great plan about you. അത് not to harm you, to give you hope and future. അനേകർ ഹോപ്പില്ലാതെ ഇവിടെ കിടക്കുമ്പോൾ അവർക്ക് ഹോപ്പ് കൊടുക്കുവാനായി ദൈവം നിന്നെ ഹോപ്പ്ലെസ്സിലൂടെ കടത്തിവിടുകയല്ല. നിന്നെ ഈ ഹോപ്പ്ലെസ് നീ പറയുന്ന സിറ്റുവേഷൻ മറ്റുള്ളവർക്ക് ഹോപ്പ് കൊടുക്കാൻ വേണ്ടി നിന്നെ ഒരുക്കുകയാണ്. Hallelujah. God has a great plan about you. God is going to restore you. God will restore you. പൈതലേ, ഞാൻ നിന്നെ കാണുന്നുണ്ട്. നീ ഒത്തിരി വേദന അനുഭവിച്ചില്ലേ? നീ അനേക പരാജയങ്ങൾ കണ്ടു. വേദന, ദുഃഖം, നിരാശ, റിജക്ഷൻ. I am the God of restoring God. Hallelujah. I am lifting you, my dear child of God. നിന്നെ ഞാൻ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നിൻ്റെ ഭാരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. നിന്നെ നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു തരും. ഞാൻ റെസ്റ്റോറിങ് ഗോഡാണ്. എൻ്റെ നാമം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമെന്നാണ്. ഹല്ലേലൂയ. മറ്റാരിലും നീ ആശ്രയിക്കരുത്, എന്നിൽ മാത്രം നീ ആശ്രയിക്കാം. I love you so much, God says. He is your Abba Father. Never, never give up, child of God. God is with you. Devil doesn't like നിൻ്റെ സന്തോഷം. നീ ആ ജോയിൽ കാത്തിരിക്കണം. എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണം. നിൻ്റെ സന്തോഷം പൂർണ്ണമാകും. ട്രിബുലേഷനിൽ നീ ആ സന്തോഷം കണ്ടെത്തിയതിനായി സ്തോത്രം. God has a great plan. Never, never give up. God bless you. God will restore you soon. Wait upon God. God bless you. Praise the Lord.